ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഗർഭിണികൾ ആദ്യം ലക്ഷ്മി ദേവിയെയും വിനായകനെയും പൂജിക്കണം. ഏറ്റവും കഷ്ടതയും ആലസ്യവും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. എങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ നല്ല പോഷകാഹാരങ്ങളും കഴിച്ച് ഈശ്വര ആരാധനകളിലൂടെയും വളരെ സന്തോഷിച്ച് കഴിയുന്നതിനെ പറ്റിയും ആ ദിനങ്ങളെ പറ്റിയും ഒക്കെ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൽ വരാഹമിഹിരാചാര്യൻ ഇതിനെക്കുറിച്ച് വളരെയധികം കാര്യം നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, ഏതെല്ലാമാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ പറയാൻ പോകുന്നതും. ഏകദേശം നമുക്കറിയാം, ഗർഭധാരണം ദിവസം മുതൽ ഒരു മാസം കൊണ്ട് ബീജവും അണ്ടവും തമ്മിൽ അവിടെ മിത്രങ്ങളായിട്ട് ഭവിക്കും. ശുക്രൻ ശുക്ലശോണിത മിശ്ര ഭാവത്തിന് കാരകനായിട്ടാണ് തീരുന്നത്. രണ്ടാം മാസത്തിൽ മിശ്രീഭൂതമായിരിക്കുന്ന ശുക്ലശോണിതങ്ങൾ കഠിനമായി ഭവിക്കും. അതിൻ്റെ കാരകത്വം ചൊവ്വയ്ക്ക് ആകുന്നു. മൂന്നാം മാസത്തിൽ കുഞ്ഞിന് കൈകാൽ തുടങ്ങിയ അവയവങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കാരകത്വം വ്യാഴത്തിനാണ്. നാലാം മാസത്തിലോ അസ്ഥികൾ രൂപം കൊള്ളും. അതിൻ്റെ കാരകത്വമാണെങ്കിൽ സൂര്യനാണ്. അഞ്ചാം മാസത്തിൽ ചർമ്മമുണ്ടാകുന്നു. അതിൻ്റെ കാരകൻ ശനിയാണ്. ഏഴാം മാസത്തിൽ ജ്ഞാനം അഥവാ ബുദ്ധി ഉണ്ടാകുന്നു. അതിൻ്റെ കാരകൻ ബുധനാണ്. എട്ടാം മാസത്തിൽ ഗർഭസ്ഥ ശിശുവിന് വിശപ്പും ദാഹവും ഉണ്ടാകും. ഒൻപതാം മാസത്തിൽ ഉദ്വേഗം ജനിക്കും. 10ാം മാസത്തിൽ പ്രസവം നടക്കും. അതിനാൽ 1ാം മാസത്തിൽ ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പ്രാർത്ഥിക്കുകയും ലക്ഷ്മി വിനായക മന്ത്രത്താൽ ഗണപതി ഹവനം നടത്തുകയും ശുക്ര ഗ്രഹശാന്തി പൂജ നടത്തുകയും വെള്ളിയാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെറുപയർ മുളപ്പിച്ചോ അല്ലാതെയോ കഴിക്കുകയും ആ മാസം മുഴുവനും ഒരു വെള്ളിമോതിരം ഇടുകയും വേണം. 2ാം മാസത്തിൽ സുബ്രഹ്മണ്യനെ ഭജിക്കുകയും ലളിത സഹസ്രനാമം ജപിക്കുകയും ചൊവ്വാഴ്ചകളിൽ ഇളം ചുവപ്പോ ചിത്രത്തുന്നലുകളോ ഉള്ള വസ്ത്രമോ ധരിക്കുകയും ചെമ്പ് മോതിരമിടുകയും കുജഗ്രഹ ശാന്തി പൂജ നടത്തുകയും തുവര കഴിക്കുകയുമൊക്കെ വേണം. ഇനി 3ാം മാസത്തിലോ വിഷ്ണു ക്ഷേത്ര ദർശനവും ഹരിനാമ കീർത്തനവും ശ്രീകൃഷ്ണ സന്ധ്യാനാമം ഇവ ചൊല്ലുകയും വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ധരിക്കുകയും ധാരാളം കടല കഴിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കൂടുതലായി അണിയുകയും ചെയ്യുക. ഭാഗവത സപ്താഹങ്ങളിൽ പങ്കുകൊള്ളുന്നതും ഉത്തമമാണ്. 4ാം മാസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവസ്തോത്രങ്ങൾ ചൊല്ലുകയും ശിവപുരാണം വായിക്കുകയും സൂര്യനെ ഭജിക്കുകയും ഗോതമ്പ് ചേർത്ത ഭക്ഷണം കഴിക്കുകയും ഞായറാഴ്ചകളിൽ ചുവപ്പ് ചേർന്ന വസ്ത്രം ധരിക്കുകയുമൊക്കെ വേണം. ഇനി 5ാം മാസത്തിൽ ദുർഗയെ ഭജിക്കുകയും ചന്ദ്രനെ പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ചകളിൽ വെള്ളവസ്ത്രമിടുകയും നെല്ല് കുത്തിയ പച്ചരി ചേർത്ത ആഹാരം കൂടുതലായി കഴിക്കുകയും വേണം. 6ാം മാസത്തിൽ ശനീശ്വരനെ ഭജിക്കുക, ശാസ്ത്ര കീർത്തനങ്ങൾ ചൊല്ലുകയും എള്ളു ചേർത്ത ആഹാരം സേവിക്കുകയും നല്ലെണ്ണ അഥവാ എള്ളെണ്ണ തേച്ച് കുളിക്കുകയും ശനിയാഴ്ചകളിൽ കറുപ്പോ നീലയോ ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും കാക്കയ്ക്ക് തീറ്റ കൊടുക്കുകയും വേണം. ഇനി ക്ഷേത്ര ദർശനം പാടില്ലാതെ കഴിയുമ്പോൾ 7ാം മാസത്തിൽ നിത്യേന ബുധസ്തോത്രം ചൊല്ലുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും പച്ചവസ്ത്രങ്ങൾ ധരിക്കുകയും ചാമക്കഞ്ഞി തയ്യാറാക്കി സേവിക്കുകയും വേണം. ക്ഷേത്ര ദർശനം പാടില്ല. തുടർന്നുള്ള മാസങ്ങളിൽ മുകളിൽ നിർദ്ദേശിച്ചതുപോലെ തന്നെ ആവർത്തിക്കുക. അപ്പോൾ ആദ്യ 4 മാസങ്ങൾ ഗർഭിണിക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. അതിനുള്ള കാര്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഗർഭസ്ഥ ശിശുവിന് പൂർണ്ണ ഈശ്വര രക്ഷയും അതുവഴി ഗർഭിണി കൂടുതൽ പ്രസന്നവതിയുമായി തീരുമെന്നാണ് ഉപനിഷത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇത് തേജസ്സും ബുദ്ധിയും ആരോഗ്യവുമുള്ള ഉത്തമ സന്താന ഭാഗ്യത്തിന് വഴിതെളിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹോരാശാസ്ത്രത്തിൽ, അത് ജ്യോതിഷ ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൽ വരാഹമിഹിരാചാര്യൻ വിശദീകരിക്കുന്ന ഭാഗമാണ്. അത് അതേപടി പാലിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്ക് വളരെയധികം നല്ലതാണ്. ആദ്യം ലക്ഷ്മി ദേവി വിനായകനെയുമാണ് ആദ്യം പൂജിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി ചെയ്താൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ചുരുക്കം ചിലരൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുന്നുള്ളൂ. ഏറ്റവും നല്ലതാണ് ഇങ്ങനെ നോക്കിയാൽ. അപ്പോൾ ഇത് മുന്നോട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ
നല്ല ആരോഗ്യവാനായ ഒരു കുട്ടിയെ നമുക്ക് ലഭിക്കുകയും അതുവഴി ബുദ്ധിയും ആരോഗ്യമുള്ള തേജസ്സുമൊക്കെ ഉള്ള ഒരു ഉത്തമ സന്താന ഭാഗ്യത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.